എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററായ മെറ്റൽസ് എന്ന പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റൽസിന് എയറുമായുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ മെറ്റൽസിന് വാട്ടറുമായുള്ള പ്രവർത്തനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏത് വാതകമാണ് മഗ്നീഷ്യം വാട്ടറുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്? വിച്ച് ഈസ് ദ ഗ്യാസ് ഇവോൾവ്ഡ് when magnesium reacts with the water? Yes, hydrogen. Okay, now today we can discuss the reaction of metals with acid. ആസിഡ് മെറ്റൽസിന് ആസിഡുമായുള്ള പ്രവർത്തനം എന്താണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. യെസ്, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് സിങ്കിന് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള റിയാക്ഷൻ എന്താണെന്ന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അതിലെ റിയാക്റ്റൻസ്, എന്താണ് അതിലെ പ്രോഡക്ട്സ്? യെസ്, സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദീസ് ആർ ദ റിയാക്റ്റൻസ്. ദെൻ വാട്ട് ആർ ദ പ്രോഡക്ട്സ്? സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സാൾട്ടും ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസുമാണ്. സോ വിച്ച് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്? യെസ്, hydrogen. Now repeat the experiment by adding metals like aluminum, copper, iron and magnesium in different test tubes containing dilute hydrochloric acid. അപ്പോൾ വ്യത്യസ്ത ടെസ്റ്റ് ട്യൂബുകളിൽ 4 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. അലൂമിനിയം ഒന്നിൽ നിക്ഷേപിച്ചു, അതുപോലെ കോപ്പർ, അയേൺ, മഗ്നീഷ്യം ഇവ ഓരോന്നിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? എന്താണ്? Which of these metals reacted with the acid? Yes, zinc, iron, magnesium and aluminium. Aluminium reacts with concentrated hydrochloric acid. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് വളരെ സ്ലോലിയാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സിങ്ക്, അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം. നൗ വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് മോസ്റ്റ് വിഗറസ്ലി? ഇതിൽ ഏറ്റവും തീവ്രമായിട്ട്, ഈ കൊടുത്തിരിക്കുന്ന മെറ്റൽസിൽ ഏറ്റവും തീവ്രമായിട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, മഗ്നീഷ്യം ഓർ Mg. നൗ ഈസ് ദർ എനി മെറ്റൽ വിച്ച് ഡിഡ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്? ഏതെങ്കിലും മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാത്തതുണ്ടോ? യെസ്, കോപ്പർ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് കോപ്പറിന് പ്രവർത്തനമില്ല. എന്നാൽ കോപ്പറിന് സൾഫ്യൂരിക് ആസിഡുമായിട്ടും നൈട്രിക് ആസിഡുമായിട്ടും റിയാക്ഷൻ ഉണ്ട്. നൗ വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദീസ് റിയാക്ഷൻസ്? ഈ കണ്ട റിയാക്ഷൻസിലെല്ലാം ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ഹൈഡ്രജൻ. നൗ ഹൗ വുഡ് യു ഡിറ്റക്റ്റ് ഇറ്റ്? എങ്ങനെയാണത് തിരിച്ചറിഞ്ഞത്? ട്രൈ ടു ഫൈൻഡ് ഔട്ട്. ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ബ്രിങ് എ ലിറ്റ് മാച്ച് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഹൈഡ്രജൻ ഗ്യാസ് വിൽ മേക്ക് എ പോപ്പ് സൗണ്ട് ആസ് ഇറ്റ് റിയാക്ട് വിത്ത് ദ ഫ്ലെയിം. ഒരു തീപ്പെട്ടി, കത്തിച്ച തീപ്പെട്ടിക്കുള്ളി ഇപ്പം നേരത്തെ പറഞ്ഞ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് ഭാഗത്ത് കാണിക്കുകയാണെങ്കിൽ എ പോപ്പ് സൗണ്ട്, ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാകുന്നു. എന്താണ്? ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ദ ഫ്ലെയിം. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്ന വാതകമാണ്. ഹൈഡ്രജൻ ഈസ് എ ഗുഡ് ഫ്യൂവൽ. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഫ്ലെയിമുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഇവിടെ പോപ്പ് സൗണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, now is there any difference in the vigor of the reaction of the metals with the acid? Yes, some metals vigorously react with the acids. Example, sodium, potassium ഇതൊക്കെ വളരെ തീവ്രമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മഗ്നീഷ്യം. Now let's write down the balanced chemical equation of some of these reactions. നമ്മൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത ഇക്വേഷൻ എഴുതുന്നത്? എങ്ങനെയാണ്? ലെറ്റ് us see what are the products, what are the reactants. Zinc plus hydrochloric acid, that is the reactant side, and what are the products? Yes, zinc chloride and hydrogen. ഇവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, സിങ്ക് Zn plus 2HCl gives ZnCl2 plus H2. That means the number of atoms in the reactant side is equal to the number of atoms in the product side. Zinc
here 1, here also 1. Hydrogen, 2 hydrogen atoms, here also 2 hydrogen atoms. Chlorine, here in the reactant side 2 chlorine atoms, and in the product side also 2 chlorine atoms. So the equation is balanced. ഇതുപോലെ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് തരികയാണ്. You balance that equation. That is Mg plus 2HCl gives, and another one iron plus hydrochloric acid. Then third one aluminum and hydrochloric acid, and balance this equation. Find the products and balance this equation. Now what is this? This is a bolt with a nut. ഒരു പുതിയ ഒരു ബോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നൗ ഒരു പഴയ ബോൾട്ട് നോക്കുക, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? യെസ്, തുരുമ്പ് പിടിച്ചിരിക്കുന്നു. സോ വാട്ട് ഈസ് റസ്റ്റ്? എന്താണ് റസ്റ്റ്? അത് അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. അയൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ മെറ്റൽസ്. അയൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റലാണ്. 90% of all metal that is refined today is iron, and most is used to manufacture steel, used in civil engineering and in manufacturing. Now iron is a metal used extensively in our daily life. Do the articles made of iron undergo any change over a period of time? സമയത്തിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം, അല്ലെങ്കിൽ ഇരുമ്പ് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഈസ് ഇറ്റ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ബ്യൂട്ടിഫിക്കേഷൻ ദാറ്റ് വി പെയിൻറ്റ് ദ അയൺ ബാർസ് ഓഫ് വിൻഡോസ് ഇൻ അവർ ഹൗസസ്? നമ്മുടെ ജനാല കമ്പികൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പെയിൻറ്റ് ചെയ്യുന്നത് മനോഹാരിതയ്ക്ക് വേണ്ടി മാത്രമാണോ? യെസ്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ഡു സോ? അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അറിയാം, തുരുമ്പ് പിടിക്കുമായിരുന്നു. ഓക്കെ, നൗ ഡു യു നോ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ റസ്റ്റിംഗ് ഓഫ് ദ അയൺ? അങ്ങനെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിന് എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം ഘടകങ്ങളാണ്, എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഉള്ളത്? ഷാൽ വി ഡു എ പ്രോജക്റ്റ്? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തെല്ലാം മെറ്റീരിയൽസാണ് ആവശ്യമാണെന്ന് നോക്കാം. ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ് 4. Then rust free and clean iron nails 4. Quicklime 10 gram. Sodium chloride solution 25 ml. Then dilute hydrochloric acid or vinegar, that is 25 ml. Then last one cork, that is 1 number. These are the materials required to do this project. Now procedure. What is the procedure? എന്താണ് ഇതിൻ്റെ രീതി എന്താണ്? Then put the iron nails 1 each in 4 test tubes. ആ 4 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ അയൺ നെയിൽ ഇടുന്നു. Drop a small piece of moist cotton in the first test tube and keep it exposed to atmospheric air. ഒരു നനഞ്ഞ കോട്ടൺ ഏതിലിടുന്നു? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ആണിയോടൊപ്പം ഇടുന്നു. Then second one, in the second test tube put some quicklime and keep it closed. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അല്പം ക്വിക്ക്ലൈം ഇടുന്നു ആണിയോടൊപ്പം. അത് കഴിഞ്ഞിട്ട് അത് കോർക്ക് കൊണ്ട് നന്നായിട്ട് അടയ്ക്കുന്നു. ക്വിക്ക്ലൈമിൻ്റെ പ്രത്യേകത, ക്വിക്ക്ലൈം ക്യാൻ അബ്സോർബ് മോയ്സ്ചർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം ആഗിരണം ചെയ്യുന്ന വസ്തുവാണ് ക്വിക്ക്ലൈം. നൗ ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് പോർ സം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്. അത് ആണിയുടെ പകുതി ഭാഗം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ മുങ്ങിയിരിക്കത്തക്ക വിധമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദ നെയിൽ സ്റ്റേസ് ഇൻമേഴ്സ്ഡ് ഇൻ ഇറ്റ്. നൗ നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് എടുത്തിരിക്കുന്നത്? ഇൻ ദ ഫോർത്ത് ടെസ്റ്റ് ട്യൂബ് പോർ സം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ അതും പകുതിയോളം ഇമേഴ്സ് ചെയ്തിരിക്കുന്നു. നൗ ഒബ്സർവ് ദ ചേഞ്ചസ് ടു ദ അയൺ നെയിൽസ് ആഫ്റ്റർ 1 വീക്ക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ലെറ്റ് us see എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, എന്ത് കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത്? ഈ ആണികൾക്കെല്ലാം, ഈ നെയിൽസിനെല്ലാം എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത്? യെസ്, വിച്ച് ടെസ്റ്റ് ട്യൂബ്സ് ഹാഡ് ദെയർ നെയിൽസ് റസ്റ്റഡ്? ഫസ്റ്റ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഓക്കെ,
വിച്ച് ടെസ്റ്റ് ട്യൂബ്സ് ഹാഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റസ്റ്റ് ഇൻ ദ അയൺ നെയിൽസ് കെപ്റ്റ് ഇൻ ദം? ഏതിനാണ് കൂടുതൽ റസ്റ്റ് പിടിച്ചിരിക്കുന്നത്? യെസ്, അതായത് മൂന്നാമത്തേതും നാലാമത്തെ ടെസ്റ്റ് ട്യൂബ്, അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ ഇട്ട് വെച്ച ആണിയും അതുപോലെ ആസിഡിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ച ആണിയും കൂടുതൽ റസ്റ്റ് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹാഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റസ്റ്റ് ഇൻ ദ അയൺ നെയിൽസ് കെപ്റ്റ് ഇൻ ദം? The iron nails in sodium chloride solution and acid are most rusted. Now, which of the nails did not rust? ഇതിൽ ഏതാണ് റസ്റ്റ് പിടിക്കാത്ത ആണി എന്ന് പറയുന്നത്? യെസ്, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ദ അയൺ നെയിൽ ഇൻ ക്വിക്ലൈം. ദാറ്റ് ഈസ് ദ അയൺ നെയിൽ ഇൻ ക്വിക്ലൈം. നൗ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ കൊറോഷൻ ഓഫ് ആൻ അയൺ ആർട്ടിക്കിൾ കെപ്റ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? ഏതെല്ലാം ഫാക്ടേഴ്സാണ് വിച്ച് ഫേവർ ദ കൊറോഷൻ? ഈ അയൺ തുരുമ്പ് പിടിക്കാനുള്ള ഏതെല്ലാം ഫാക്ടേഴ്സാണുള്ളത്? നൗ ലിസൺ. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, അതായത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ സാന്നിധ്യം, വേപ്പേഴ്സ് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം, ആൻഡ് മിനറൽസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ആസിഡ്, ഇതൊക്കെ മിനറൽസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. തുരുമ്പ് പിടിക്കാനുള്ള ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വിച്ച് ഡിസോൾവ് ഇൻ അറ്റ്മോസ്ഫിയർ ആർ ദ ഫാക്ടേഴ്സ്. നൗ, വിച്ച് ഓഫ് ദ നെയിൽസ് ഡിഡ് നോട്ട് റസ്റ്റ്? ഏതാണ് റസ്റ്റ് പിടിക്കാത്ത അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാത്ത ആണി എന്ന് നമ്മൾ കണ്ടത്? വാട്ട് കുഡ് ബി ദ റീസൺ? അതിന് കാരണം എന്തായിരിക്കാം? യെസ്, ദ അയൺ നെയിൽ ഇൻ ക്വിക്ലൈം. ക്വിക്ലൈം ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ക്വിക്ലൈം ഇട്ട് വെച്ചിട്ടുള്ള ആ ടെസ്റ്റ് ട്യൂബിലെ ആണിയാണ് തുരുമ്പിക്കാത്തത്. ബിക്കോസ് quicklime can absorb moisture and it can prevent the corrosion. Now, what inference do we get from this experiment? ഈ പരീക്ഷണത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന ആശയം എന്ന് പറയുന്നത്? അയൺ ഗെറ്റ്സ് റസ്റ്റഡ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നൗ, വാട്ട് ഈസ് റസ്റ്റ്? Rust is hydrated iron oxide. Very good. Now, why do you think the iron window bars in houses close to the seashore corrode faster? അതായത് തീരപ്രദേശങ്ങളിലെ അല്ലെങ്കിൽ കടൽ തീരത്തുള്ള വീടുകളിലെ ഇരുമ്പ് പദാർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? യെസ്, ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വുഡ് ബി മോർ ഓൺ എ സീഷോർ. അപ്പോൾ ആ തീരപ്രദേശങ്ങളിലുള്ള അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിരിക്കും, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, മിനറൽസ് ഡിസോൾവ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എയർ ഓൾസോ ക്വിക്കൻസ്. അപ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് എയറിൽ അതായത് അന്തരീക്ഷ വായുവിൽ മിനറൽസിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? റസ്റ്റ് ദാറ്റ് ക്വിക്കൻസ് ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ്, തുരുമ്പ് പിടിക്കുന്നതിന് വേഗത്തിലാക്കുന്നു. നൗ, metals like sodium and potassium are stored in kerosene. Why? സോഡിയവും പൊട്ടാസ്യം ഒക്കെ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റൽസ് ഇത് നമ്മൾ സാധാരണ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ? യെസ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ഹൈലി റിയാക്റ്റീവ് ടു ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ വായുവിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓക്സിജനുമായിട്ടും അതുപോലെ ഈർപ്പുമായിട്ടും പ്രവർത്തിച്ച് അത് പെട്ടെന്ന് നശിച്ചു പോകുന്നു. സോ കെറസിൻ പ്രിവെൻറ്റ്സ് ദം ഫ്രം കൊറോഷൻ. കെറസിനിലാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല. ഓക്കെ, നൗ വാട്ട് ഈസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്? വാട്ട് ഡു യു മീൻ ബൈ കൊറോഷൻ ഓഫ് മെറ്റൽസ്? അയൺ ആൻഡ് എ നമ്പർ ഓഫ് അതർ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എയർ ആൻഡ് ഫോം ന്യൂ പ്രോഡക്ട്സ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. ഇതിനെയാണ് നമ്മൾ കൊറോഷൻ, മെറ്റൽസിൻ്റെ നാശനം അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. നൗ, ആർ ദെയർ മെറ്റൽസ് വിച്ച് ആർ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ? ഏതെങ്കിലും മെറ്റൽസ്, ലോഹങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടോ? ഈ കൊറോഷനെ പ്രതിരോധിക്കുന്നുണ്ടോ? തടയുന്നുണ്ടോ? വിച്ച് ആർ ദേ? വാട്ട് ആർ ദെയർ യൂസസ്? ഏതൊക്കെയാണ്? യെസ്, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. ഗോൾഡ്, സ്വർണം, സിൽവർ, വെള്ളി, പ്ലാറ്റിനം ഇവയാണ് കൊറോഷനെ തടയുന്ന ചില ലോഹങ്ങൾ. ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് എയർ ആൻഡ് ഡസ് നോട്ട് ലോസ് ദിയർ ലസ്റ്റർ. അത് വായുവുമായി പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നില്ല. സോ ദേ ആർ യൂസ്ഡ് ടു മേക്ക് ഓർണമെൻറ്റ്സ്. അതുകൊണ്ട് അവ
ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. യെസ്, വാട്ട് പോസിബിൾ സ്റ്റെപ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ? നമ്മൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു അറിയാം. അപ്പോൾ അതിന് തടയാനുള്ള മാർഗങ്ങൾ വാട്ട് ആർ ദ പോസിബിൾ സ്റ്റെപ്സ്? യെസ്, പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, അപ്ലൈയിങ് ഗ്രീസ് ഓൺ മെഷീൻ പാർട്സ്, മെക്കാനിക്കൽ പാർട്സ്, അപ്ലൈയിങ് ഗ്രീസ്. ദെൻ തേർഡ് വൺ, മെറ്റൽ പ്ലേറ്റിംഗ് ഓർ ഇലക്ട്രോ പ്ലേറ്റിംഗ്. ചില ഇരുമ്പിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ക്രോമിയം കൊണ്ടോ സിങ്ക് കൊണ്ടോ ടിൻ കൊണ്ടോ ഒക്കെ പ്ലേറ്റ് ചെയ്യാം, ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താം. അങ്ങനെയും ഇത് റസ്റ്റ് പിടിക്കുന്നത് തടയാം. നൗ അനദർ വൺ, അലോയിങ്, ലോഹസങ്കരങ്ങളാക്കുക. എക്സാമ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ദ അലോയ് ഓഫ് അയേൺ, ദെൻ കാർബൺ ആൻഡ് നിക്കൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ വൈ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ് ഈസ് പ്രിഫേർഡ് ടു ആൻ അയേൺ നൈഫ് ടു കട്ട് ലെമൺസ്. അതായത് നാരങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇരുമ്പ് കത്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദെൻ ലെമൺ കണ്ടെയ്ൻസ് ആസിഡ്. ദീസ് ലെമൺ കണ്ടെയ്ൻസ് ആസിഡ്. വിച്ച് ആസിഡ്? സിട്രിക് ആസിഡ്. യെസ്, അയൺ റിയാക്ട് വിത്ത് ദിസ് ആസിഡ് ടു ഫോം റസ്റ്റ്. അയൺ, അതായത് ഇരുമ്പ് കത്തിയാണെങ്കിൽ ഇരുമ്പ് അതിനോട് റിയാക്ട് ചെയ്തിട്ട് റസ്റ്റ് പിടിക്കുന്നു. ആൻഡ് ഗ്രാജുവലി ഗെറ്റ്സ് റൂയിൻഡ്, അങ്ങനെ അത് നശിക്കുന്നു. And another thing, stainless steel, that is an alloy of iron, carbon and nickel, and it does not rust. It does not rust because it do not react with the acid. Okay, now why it is not wise to store buttermilk in aluminum vessels? അതായത് തൈര് അലുമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? Why it is not wise to store buttermilk in aluminum vessels? Buttermilk also contain acid. Which acid? Yes, lactic acid. Buttermilk reacts with, or this acid react with aluminum. So we do not store buttermilk in aluminum vessels. Okay, now this is the end of this lesson. Okay, see you in the next video. Thank you.